മക്കാബിയരുടെ രണ്ടാം പുസ്തകം 9-ാം അധ്യായം. അക്കാലത്ത് തന്നെ സംഭവിച്ചതെന്തെന്നാൽ അന്തിയാക്കോസ് രാജാവ് അപമാനിതനും അത്യധികം വ്യാകുലനുമായ പേർഷ്യയിൽ നിന്നും പിന്തിരിഞ്ഞു പോരേണ്ടി വന്നു. അവൻ പേർഷ്യൻ രാജധാനി പിടിച്ച് അവിടെയുള്ള ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്നു. നാട്ടുകാർ ഇതറിഞ്ഞപ്പോൾ അത്യധിക വീര്യത്തോടെ അവനെതിരായി സംഘടിച്ചു. അവനെയും അവൻ്റെ സേനയും അവർ തോൽപ്പിച്ചു. താൻ പരാജിതനായി എന്ന് കണ്ടപ്പോൾ ലജ്ജിതനായി തൻ്റെ സേനയോടുകൂടി തിരിച്ചുപോയി. അന്തിയാക്കോസ് ബത്നോന് സമീപമെത്തിയപ്പോൾ നിക്കാനോറിനും തീമോത്തിയോസിനും സംഭവിച്ച കാര്യങ്ങൾ അവന് അറിവ് കിട്ടി. അവൻ ഞെട്ടിവിറച്ചു. അവൻ ക്രോധം കൊണ്ട് വിജൃംഭിതനായി പേർഷ്യയിൽ ചെയ്തതെല്ലാം യഹൂദരോടും ചെയ്യണമെന്നവൻ തീരുമാനിച്ച് തൻ്റെ തേരാളിയെ വിളിച്ചുടൻ തന്നെ യെരുശലേമിലേക്ക് പോകുവാൻ എല്ലാ ഏർപ്പാടും ചെയ്യുവാൻ ആജ്ഞാപിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ യെരുശലേം നഗരി ഞാൻ മുടിപ്പിക്കും. അത് ഞാൻ വിജാതീയരുടെ പാർപ്പിടമാക്കും. എന്നാൽ ഇസ്രായേലിൻ്റെ ബലവാനായ ദൈവം തമ്പുരാൻ്റെ ശിക്ഷാവിധി പെട്ടെന്ന് അവൻ്റെ മേലുണ്ടായി. പുറത്ത് കാണുവാൻ കഴിയാത്ത ഒരു ഭയങ്കര ആഘാതം അവനുണ്ടായി. അവൻ്റെ എല്ലാ ഉത്തരവും നടപ്പാക്കുവാൻ അവൻ ആഗ്രഹിച്ചിരിക്കെ അവൻ്റെ ഉദരത്തിലും കുടലിലും കഠിനവേദന പിടികൂടി. അനേകരെയും ഭീകരപീഡനങ്ങളാൽ ഉപദ്രവിക്കുകയും മറ്റുള്ളവരുടെ വയറ്റത്തെ ചമ്മട്ടി കൊണ്ടടിപ്പിക്കുകയും ചെയ്തവന് നീതിയോടുള്ള പ്രതികാരം തന്നെ ലഭിച്ചു. ഇത്രയെല്ലാം സംഭവിച്ചിട്ടും അവൻ മനസ്സിൽ ധിക്കാരവും ഉഗ്രതയും പൂണ്ട് യഹൂദരുടെ നേരെ അഗ്നിതുല്യം ജ്വലിക്കുന്ന ക്രോധത്തോടെ അവൻ്റെ രഥം അതിവേഗം ഓടിക്കുവാൻ തേരാളിയോട് ആജ്ഞാപിച്ചു. രഥത്തിൻ്റെ അമിത വേഗത നിമിത്തം അവൻ തെറിച്ചു വീണ് കഠിനവേദന അനുഭവിച്ചു. അവൻ്റെ സർവാവയവങ്ങളും ചിതഞ്ഞൊടിഞ്ഞു. അല്പം നേരം മുമ്പ് കടലിലെ ഓളങ്ങളെപ്പോലും തടഞ്ഞു നിർത്താമെന്ന് വിചാരിച്ചിരുന്നവൻ സർവമനുഷ്യരെക്കാളും അധികമായി തനിക്കുള്ള പ്രാഭവം നിമിത്തം ഗിരിശൃംഗങ്ങളെപ്പോലും താഴ്ത്തിക്കളയാമെന്ന് അഹങ്കരിച്ചവൻ ഇതാ നിലത്തെറിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി പരസ്യമായി എല്ലാവർക്കും ദൃശ്യമായി. അവൻ്റെ ശരീരത്തിൽ നിന്നും പുഴുക്കൾ വന്നുകൊണ്ടിരിക്കത്തക്ക വിധം ആ ദുഷ്ടൻ്റെ വേദനകൾ അത്ര കഠോരമായിരുന്നു. അവൻ്റെ സേനയിൽപ്പെട്ടവർക്ക് പോലും സഹിക്കാവതല്ലാത്ത ദുർഗന്ധം അത്ര അധികമായിരുന്നു. അവന് ജീവനുള്ളപ്പോൾ തന്നെ അവൻ്റെ മാംസം തുണ്ടു തുണ്ടായി അടർന്ന് വീണുകൊണ്ടിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലും കൽപ്പിച്ച് ഭരിക്കാമെന്ന് അല്പനേരം മുമ്പ് അഹങ്കരിച്ചവനിൽ നിന്ന് വന്ന ദുർഗന്ധം മൂലം ആർക്കും അവൻ്റെ അടുത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഇത്രയുമായപ്പോൾ അവന് തൻ്റെ നിസ്സാരത മനസ്സിലായി. അവൻ തകർന്നു വീണപ്പോൾ അവൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് തിരിഞ്ഞു. എന്തെന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള അടികളാൽ അവൻ അതിവേദനപ്പെട്ട് ദുരിതപൂർണനായി. തൻ്റെ ദുർഗന്ധം ദുസ്സഹമെന്ന് കണ്ടപ്പോൾ അവൻ എല്ലാവരും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ന്യായമാകുന്നു. മനുഷ്യൻ മരണമുള്ളവനായിരിക്കെ അവൻ ദൈവത്തിനെതിരായി ചിന്തിക്കുക പോലും അരുത് എന്ന് പറഞ്ഞു പോയി. ആ ദുഷ്ടൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ചെന്ന് ആ നഗരത്തെ മറിച്ചു കളഞ്ഞ് അതിലെ വിജാതീയരുടെ വാസസ്ഥലമാക്കുമെന്ന് ഞാൻ എന്തൊന്നിനെക്കുറിച്ച് പറഞ്ഞുവോ ആ നഗരം ഞാൻ പണിതുകൊള്ളാം, കോട്ട കെട്ടിക്കൊള്ളാമെന്ന് യഹൂദന്മാരെ പറ്റി അവൻ പറഞ്ഞു. യഹൂദരെ സംസ്കരിപ്പാൻ പോലും ആരും ഉണ്ടായിരിക്കുകയില്ല. അവരും ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായി പോവുകയുള്ളൂ. അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഞാൻ അനാഥരാക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. മുമ്പ് ഞാൻ കൊള്ള ചെയ്ത വിശുദ്ധാലയത്തെ ഞാൻ എല്ലാവിധ അലങ്കാരങ്ങളാലും അലങ്കൃതമാക്കിക്കൊള്ളാം. പൂജാപാത്രങ്ങൾ പല മടങ്ങായി ഞാൻ നൽകിക്കൊള്ളാം. അവിടുത്തെ ബലി വഴിപാടുകൾക്കുള്ള ചെലവ് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ വഹിച്ചു കൊള്ളാം. ഇതിനെല്ലാം പുറമെ ഞാൻ യഹൂദനുമായി കൊള്ളാം.
ഞാൻ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ മഹിമ ഞാൻ പ്രഘോഷിച്ചു കൊള്ളാം. ഇതെല്ലാമായിട്ടും അവൻ്റെ വേദനകൾക്കെതിലും ആശ്വാസം വന്നില്ല. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിപൂർവകമായ ശിക്ഷാവിധി അവനെ പിടികൂടിക്കഴിഞ്ഞിരുന്നു. അവൻ നിരാശനായപ്പോൾ യഹൂദന്മാർക്ക് അവൻ അപേക്ഷ എഴുതിയ അതിപ്രകാരം: രാജാവും ഭരണാധിപനുമായ അന്തിയാക്കോസ്, എൻ്റെ സ്വന്തം നഗരക്കാരും മത്സരവുമായ യഹൂദർക്ക് എഴുതുന്നത്: നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും സമാധാനവും ശാന്തിയും സൗഖ്യവും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രത്യാശ തന്നിലും തൻ്റെ മഹാബലിയതയിലും അത്രേ. ഞാൻ രോഗിയായതോടെ നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ബഹുമാനം, വലിയ ആശ്വാസം വരണമെന്ന് എപ്പോഴും ഓർത്തിരുന്നു. എന്തെന്നാൽ നിങ്ങളോടുള്ള സ്നേഹത്തിൽ എൻ്റെ ഉള്ളം ജ്വലിച്ചിരുന്നു. പേർഷ്യൻ പ്രദേശത്ത് കൂടി ഞാൻ പുറപ്പെട്ട് അവിടെ എത്തുന്നതിന് മുമ്പായി ഞാൻ രോഗിയായിത്തീർന്നു. അതികഠോരവും വേദന നിറഞ്ഞതുമായ രോഗമാണ് എനിക്കുണ്ടായത്. എല്ലാറ്റിനും മുമ്പായി നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം തോന്നി. എന്തെന്നാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. എൻ്റെ പിതാവും ദൂരദേശങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആരാണ് തൻ്റെ പിൻഗാമി വാഴേണ്ടത് എന്നറിയിച്ചിരുന്നു. ആയത് തനിക്ക് എന്തെങ്കിലും ദുര്യോഗം സംഭവിക്കുന്ന പക്ഷം ആരാണ് പിൻഗാമി എന്ന് പ്രജകൾ അറിഞ്ഞിരിക്കേണ്ടതിനും സ്ഥാനത്തിനും വേണ്ടി തമ്മിൽ പോരാടാതിരിക്കുന്നതിനും വേണ്ടിയായിരുന്നു. രാജ്യകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുന്നവരുമായ എൻ്റെ രാജ്യത്തെ പ്രഭുക്കന്മാരെ കണ്ട് ഞാനും എൻ്റെ മകൻ അന്തിയാക്കോസിനെ രാജാവായി ഞാൻ നിയമിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിദൂര സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ അവനെ നിങ്ങൾക്ക് പരമേൽപ്പിച്ചിട്ടുമുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ അവനും എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരോടും ഞാൻ പ്രദർശിപ്പിച്ചിട്ടുള്ള നന്മകൾ നിങ്ങൾ ഓർക്കണമേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. എൻ്റെ മകനോട് നിങ്ങൾ മൈത്രിയും സാഹോദര്യവും പുലർത്തിക്കൊള്ളണമേ എന്ന് ഞാൻ ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു. അവൻ സർവ്വകാര്യങ്ങളിലും എൻ്റെ അഭിപ്രായത്തോട് യോജിച്ച് നിങ്ങളോട് വിനയപൂർവ്വം സ്നേഹപൂർവ്വം സ്ഥിതി ചെയ്തു കൊള്ളും. കൊലയാളിയും ദുഷ്ടനും ദൈവദൂഷണക്കാരനുമായ അന്തിയാക്കോസ് അനേകരെ അത്യധികം ദണ്ഡിപ്പിച്ചവൻ, അത്യധികമായ വേദനകളോടും ദണ്ഡനങ്ങളോടും ദുരിതത്തോടും കൂടി ഒരു വിദേശ രാജ്യത്ത് പർവ്വത പ്രദേശത്ത് വെച്ച് മരിച്ചു. അവൻ്റെ വളർത്തച്ഛൻ്റെ മകൻ ഫിലിപ്പോസ് അവൻ്റെ മൃതശരീരവുമായി അങ്ങെത്താറായപ്പോൾ അവൻ്റെ മകൻ അന്തിയാക്കോസിനെ പേടിച്ച് ഈജിപ്തിൽ ഫിലിമാത്തൂറിൻ്റെ പുത്രൻ ടോളമിയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ.